Hello guys, welcome back to the video. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അണ്ടർ 10,000 rupees വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. സോ സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ സൈഡിൽ ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്ത് ഓളൊക്കെ ആക്കിയിടുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ അടിച്ച് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടേതാണ്. റിയൽമി C65. അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിലേക്കാണ് വരുന്നത്. പിന്നെ കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയൊക്കെ കിട്ടും. അപ്പോൾ സ്പെസിഫിക്കേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 120 Hz LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. മീഡിയാടെക്കിൻ്റെ Dimensity 6300. പിന്നെ 50 MP മെയിൻ ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 1080p 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ കുഴപ്പമില്ലാത്തൊരു വീഡിയോ ക്വാളിറ്റിയൊക്കെ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 50 watts ചാർജിങ് ആണ്. സോ നിങ്ങൾ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസിനും ഒരു റിയൽമിയുടെ സ്മാർട്ട് ഫോണും അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ 4+ 128GB ROM വേരിയൻറ്റ് 10,590 rupees ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്. വിവോ T3 ലൈറ്റ് അല്ലെങ്കിൽ iQൻ്റെ Z9 ലൈറ്റ്. 90 Hz IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. മീഡിയാടെക്കിൻ്റെ Dimensity 6300. 50 MP മെയിൻ ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 1080p 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 15 watts ചാർജിങ് ആണ്. സോ അത്യാവശ്യം ഒരു നല്ല സ്പെസിഫിക്കേഷൻസിലേക്കാണ് വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 4+ 128GB ROM വേരിയൻറ്റ് 10,498 rupees ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയൊക്കെ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റെഡ്മിയുടെയാണ്. റെഡ്മി 13C അല്ലെങ്കിൽ പോക്കോയുടെ M6. 90 Hz IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. മീഡിയാടെക്കിൻ്റെ Dimensity 6100+ എന്ന് പറയുന്ന പ്രോസസ്സറാണ്. 50 MP മെയിൻ ക്യാമറ, 1080p 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 5000 mAh ബാറ്ററിയും 18 watts ചാർജിങ് ആണ് കിട്ടുന്നത്. സോ അത്യാവശ്യം ഒരു നല്ല സ്മാർട്ട് ഫോൺ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 4+ 128GB ROM വേരിയൻറ്റ് 8,999 rupees വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണൊക്കെ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്. മോട്ടോ G34. 120 Hz IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 695 ആണ്. കുഴപ്പമില്ല. പിന്നെ 50 MP മെയിൻ ക്യാമറ, ഫുൾ HD 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം 30 FPS ആണ്. ഇവിടെ നിങ്ങൾക്ക് ഫുൾ HD 60 FPS വരെ കിട്ടുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 watts ചാർജിങ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 4+ 128GB ROM വേരിയൻറ്റ് 10,999 rupees വരുന്നത്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒരു നല്ല സ്മാർട്ട് ഫോൺ, ഒരു ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റെഡ്മിയുടേതാണ്. റെഡ്മി 12 5G അല്ലെങ്കിൽ പോക്കോയുടെ M6 Pro. 90 Hz LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 4 Gen 2 പ്രോസസ്സർ, 50 MP മെയിൻ ക്യാമറ, 1080p 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 5000 mAh ബാറ്ററിയും 18 watts ചാർജിങ് ആണ് വരുന്നത്. ഇവിടെ Android 13 വരുന്നത്, 14 സോ അത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു കിടിലം ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പ്രോസസ്സറും ഒരു കുഴപ്പമില്ലാത്ത ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ 4+ 64GB ROM വേരിയൻറ്റ് 9,449 rupees വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല പ്രോസസ്സറും അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. സോ പരിഗണിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് 10,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾ 50K 20K ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ സ്മാർട്ട് ഫോൺസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ കയറി കണ്ടു നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.